അല്ല സാമൂഹ, എന്ത് വർത്താനം പറഞ്ഞ എൻ്റെ സാമൂഹ. എനിക്ക് ഇനി എൻ്റെ ഈ ആരാധകരുടെ അടുത്തൊന്നും എനിക്കൊരു സ്നേഹമില്ല. കാരണം ഇമ്മാതിരി അഡ്വൈസ് ഒക്കെ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഈ ഒരു ഇപ്പം സാമു പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം നമ്മൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ശ്വാസകോശമൊക്കെ ഇങ്ങനെ ചുണ്ണാമ്പ് പോലെ പൊടിഞ്ഞ് ഉണങ്ങി തൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിപ്പോൾ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാധനമൊക്കെ സാമുവിന് പറയാൻ തോന്നിയത് എങ്ങനെയാണ്? മോശം കേട്ടോ സാമു. ഇവിടെ ഇതെന്തെന്ന് അറിയാം, ഇപ്പോഴത്തെ മുഖം കാണുന്ന ഭാര്യയല്ല, മനസ്സ് ഭയങ്കര ദുഷ്ടാന്ന് തോന്നുന്നത്. മോശം ഭയങ്കര മോശം തന്നെ എനിക്ക് പറയണത്. അപ്പം ഈ സാമന്ത എപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ, ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആക്ടിങ്ങും അതല്ലെങ്കിൽ ആ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ പേഴ്സണലായിട്ട് ആ ഒരു രീതിയാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു അപൂർവമായിട്ടുള്ള രോഗം പഠിത്തം വന്നിട്ടുണ്ട്. അതപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ അപൂർവ രോഗം വരുന്നതിലൊന്നും യാതൊരു ഒരു എന്താ പറയുക, അതിനൊരു അത്ഭുതം, കൗതുകം, ആശ്ചര്യം, ഒരു ക്യൂരിയോസിറ്റി ഒന്നും തോന്നുന്നില്ല. അത് സ്വാഭാവികമാണ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു മാരേജ് പരമായിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ അതിൽ ആ ഒരു മേഖല കൂടി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറേ ഡോക്ടർമാർ കൂടി ചേർന്ന് കണ്ട് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് തള്ളി മെല്ലെ വിട്ടുകൊടുക്കുകയാണ് സാമന്തന. ഏതായാലും സാമന്ത പറഞ്ഞ വിഷയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. സാമന്ത എല്ലാവർക്കും ഇഷ്ടമുള്ള നടിയാണ്. പക്ഷേ ഈ ഇഷ്ടം അവരുടെ അഭിനയത്തോടാണ്. അതിനപ്പുറം ചെയ്ത ചില കാര്യങ്ങളിൽ അവർ വിവാദത്തിൽപ്പെട്ട സമയമാണിത്. മറ്റൊന്നുമല്ല, നടി ഡോക്ടർ ആയാൽ എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. സാമന്ത ഒരു ഒറ്റമൂലിയെക്കുറിച്ച് സംസാരിച്ചു. അത് വലിയ പുലിവാലായി. ജലദോഷവും കഫക്കെട്ടും ശ്വാസം മുട്ടും എല്ലാം വരുമ്പോൾ ആവി പിടിക്കുന്നത് നമ്മുടെ എല്ലാം ശീലമാണ്. അത് ഡോക്ടർമാർ തന്നെ പറയാറുമുണ്ട്. ചിലപ്പോൾ നമ്മൾ തുളസിയിലെയോ പനിക്കൂർക്കയിലെയോ ഒക്കെ ഇട്ട് വെള്ളം ചൂടാക്കും. ചിലരാകട്ടെ വിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാമുകളോ ഒക്കെ ഉപയോഗിക്കും. ചിലർ മെന്തോളിട്ടും ആവി പിടിക്കും. ആവി പിടിക്കാൻ തന്നെയാണ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാമന്ത ഉപദേശിച്ചത്. പക്ഷെ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലയിപ്പിച്ച് ആവി പിടിക്കണമെന്നായിരുന്നു. ഇൻസ്റ്റാ പോസ്റ്റിലാണ് ഇങ്ങനെ ഒരു ഉപദേശം സാമന്ത നൽകിയത്. വൈറൽ ഇൻഫെക്ഷനുകൾക്ക് നല്ല പ്രതിവിധിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉപദേശം. ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത് ആവി പിടിച്ചാൽ മറ്റു മരുന്നുകൾ കഴിക്കേണ്ടതില്ലെന്ന് കൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. സാധാരണ പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് ഇതൊരു ഉഗ്രൻ ബദൽ ചികിത്സയെന്നായിരുന്നു സംഭവമൊക്കെയാണ്. ഇത് സാമന്ത കാര്യം പറഞ്ഞ് ആ പോസ്റ്റ് അതേപോലെ മുക്കിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ പോയി നോക്കിയപ്പം വേറെ ഏതോ ഒരു ഡോക്ടറെ കൂട്ടിയിട്ട് വേറെ പല കാര്യങ്ങളും പറഞ്ഞു കണ്ടിരിക്കുകയാണ് സാമന്ത ചെയ്യുന്നത്. എന്തായാലും അതൊക്കെ ഒരു കോമഡിയാണ്. പിന്നെ ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് പറഞ്ഞത് സാമന്തയാണല്ലോ, അപ്പം പിന്നെ ഇത് ഭയങ്കര കാര്യമായിരിക്കും. അപ്പം അങ്ങനെ ഗൗരവമായിട്ട് കുറേ ആളുകൾ ഈ സാമന്തനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള ഈ ഒരു സാധനമൊക്കെ ഉപയോഗിച്ചിട്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പനി അല്ലെങ്കിൽ ഒരു ജലദോഷം ഇടയ്ക്കൊക്കെ വരുമ്പോൾ സാമന്ത പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ പോട്ടെ, ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നല്ല മാറ്റം കാണും. ജലദോഷം അല്ലെങ്കിൽ തലക്കൊക്കെ ഉള്ള ഒരു പെരുപ്പ് കാര്യങ്ങളൊക്കെ പോയി കിട്ടും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ അല്ലെങ്കിൽ അയാളുടെ ഇന്റേണൽ അവയവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഈ പറയുന്ന സാമു മോൾക്ക് വല്ല ഐഡിയ ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ആ പോസ്റ്റ് ഒന്നും കാണുന്നില്ല. ഇത് എന്താണെന്ന് പറയുക, അപ്പം ആ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ഡോക്ടറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടറും അല്ലെങ്കിൽ സാമന്തയും കൂടി ചേർന്നും കണ്ട് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ ആളുകൾക്ക് കൊടുത്തിട്ട് അപ്പം ഈ ഡോക്ടറെ അടുത്തേക്ക് ആ ഒരു രീതിയില്ല ഇവരുടെ എന്തോ ഒരു തരത്തിലുള്ള ഡോക്ടറാണ്. അപ്പം ആ ഡോക്ടറെ അടുത്തേക്ക് ഈ എന്താ പറയുക കുറച്ച് രോഗികൾ എത്തിപ്പെട്ടിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് സാമു ചെയ്തു കൂട്ടനാണെന്ന് ഞാൻ തമാശ കൂടി പറഞ്ഞതാണ്. സാമന്തയുടെ വിശദീകരണം: ഗുളിക കഴിച്ച് ആരോഗ്യം കളയേണ്ട, മാജിക് പോലെ പനിയും ജലദോഷവും വൈറൽ ഇൻഫെക്ഷനും ഒക്കെ മാറുമെന്ന് സാമന്ത അങ്ങ് പറഞ്ഞുപോയി. പക്ഷെ സാമന്തയുടെ ഉപദേശം വലിയ പ്രശ്നമായി. ഡോക്ടർമാർ വിരുദ്ധാഭിപ്രായവുമായി രംഗത്തെത്തി. ദ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ സിറിയക് അബ്ബി ഫിലിപ്സ് ആണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ആരോഗ്യശാസ്ത്ര കാര്യങ്ങളിൽ സാമന്ത അജ്ഞയാണെന്ന് ഡോക്ടർ തുറന്നടിച്ചു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യുന്നതിലെ അപകടങ്ങൾ ഡോക്ടർ സിറിയക് അബ്ബി ഫിലിപ്സ് അക്കമിട്ട് നിരത്തുകയും ചെയ്തു. സത്യത്തിൽ സംഭവം എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മളെല്ലാം ഉപയോഗിക്കാറുള്ളതാണ്. മുറിവുണ്ടാകുമ്പോഴും മറ്റും കഴുകി വൃത്തിയാക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയാണ് പലപ്പോഴും മരുന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ISRO അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് ഈ മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടേണ്ട റോക്കറ്റ് വിടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിൽ ചെങ്കോലും അതുപോലെ പല കാര്യങ്ങളും മതപരമായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള നടന്മാർക്ക് പോലും വിവരമില്ല.
മുന്നോട്ട് വെച്ച് കെട്ടാറ്. ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് നെബുലൈസ് ചെയ്യാൻ പറഞ്ഞത് ഇത്ര ചൂടേറിയ ചർച്ചയായത് എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് നോക്കാം. നെബുലൈസർ വഴി നെബുലൈസ് ചെയ്യുമ്പോൾ അത് നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് ചെല്ലുന്നത്. പലപ്പോഴും ആസ്മ രോഗികൾക്കൊക്കെയാണ് മരുന്ന് ഇങ്ങനെ എത്തിക്കാറുള്ളത്. സാമന്ത പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ നേർപ്പിച്ച ഹൈഡ്രജൻ പെറോക്സൈഡ് ആവിയായി ശ്വാസകോശത്തിലേക്ക് എത്തും. ഹൈഡ്രജനും ഓക്സിജനും ഉൾക്കൊള്ളുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ആന്റിസെപ്റ്റിക്, ആന്റി ഓക്സിഡന്റ്, ഡിസ്ഇൻഫെക്റ്റിംഗ് ഏജന്റ് എന്നീ നിലകളിലൊക്കെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുള്ളത്. വലിയ തോതിൽ കോൺസെൻട്രേറ്റഡ് ആയ ഈ രാസവസ്തു നെബുലൈസ് ചെയ്ത് ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് വായുവിലെ മറ്റു വസ്തുക്കളുമായോ നെബുലൈസർ ഉപകരണത്തിലെ അവശിഷ്ടങ്ങളുമായോ ചേരാൻ സാധ്യതയുണ്ട്. ഇത് ദോഷകരമായ ഉൽപ്പന്നങ്ങളോ വാതകങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ ഇടയാകുമെന്നാണ് ഏജൻസി ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഡിസീസസ് രജിസ്ട്രി അഭിപ്രായപ്പെടുന്നത്. ഈ ഉൽപ്പന്നങ്ങളോ രാസവസ്തുക്കളോ വാതകങ്ങളോ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ വരെ തകരാറിലാക്കിയേക്കാം. ശ്വാസനാളത്തിൽ വീക്കമുണ്ടാക്കാം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാൻ പറയുന്നവരുടെ വാദം ഈ രീതി ശ്വാസനാളത്തെ ശുദ്ധീകരിക്കുമെന്നും രോഗകാരികളെ കൊല്ലുമെന്നും അണുബാധ തടയാൻ സഹായിക്കുമെന്നും ഒക്കെയാണ്. എന്നാൽ സംഭവിക്കുക നേർവിപരീത കാര്യങ്ങളാണ്. ഏതെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗം എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ആവി പിടിക്കുന്നത് അപകടകരമാണെന്ന് പറയുന്നത്? കുറച്ച് വിശദീകരണങ്ങൾ കൂടി ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിക്കുന്നത് ശ്വാസനാളത്തിലെ മ്യൂക്കോസൽ ലൈനിങ്ങിനെ തകർക്കും. ഈ ലൈനിങ് ആണ് ശ്വസിക്കുമ്പോൾ മൂക്കിലൂടെ എത്തുന്ന പൊടിയും വിഷവസ്തുക്കളും ഒക്കെ ശ്വാസനാളത്തിൽ എത്താതെ ചെറുക്കുന്നത്. മ്യൂക്കോസൽ ലൈനിങ് കേടായാൽ പൊടിയും വിഷവസ്തുക്കളും എല്ലാം ശ്വാസനാളത്തിലും അതുവഴി ശ്വാസകോശത്തിലും എത്താം. ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള ഈ ഒരു സാധനമൊക്കെ ആരാധകർക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ സാമന്തിനെ കുറിച്ച് എന്ത് പറയാനാണ്? ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിലുള്ള നടന്മാർക്ക് പോലും തീരെ വിവരമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഭയങ്കര അവസ്ഥയാണ്. കാരണം ഈ സ്വന്തം ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ ആരാധകർ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുകളുടെ മുമ്പിലേക്കൊക്കെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് അവസ്ഥ? ഒരു പക്കത്തിരിക്കും മുല്ലേ ചെയ്യാത്തര പോലെ. ഇതല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പല രോഗങ്ങളും കാര്യങ്ങളും ഒരു തരത്തിൽ സന്തോഷം സമാധാനമില്ലാത്ത ജീവിതം. അതിൻ്റെ കൂട്ടി ഇങ്ങനെ കുറേ സാധനങ്ങളും